പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കി ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയായ ഹോർമോസ് കടലിടുക്കിൽ ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇറാൻ. ഇന്ത്യ ഒഴികെ മറ്റെല്ലാ കപ്പലുകളെയും ഇറാൻ പിടിച്ചിട്ടിരിക്കുകയുമാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് ഈ പാതയിലൂടെ പ്രവേശനം അനുവദിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഹോർമോസ് കടലിടുക്കിൽ പട്ടാളക്കാരെ നേരിട്ടിറക്കി യുദ്ധം കടലിടുക്കിലാകാമെന്ന മട്ടിൽ ട്രംപ് കാര്യങ്ങൾ നടത്തുന്നുമുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയാണ് രാജ്യത്തിന്റെ ഈ പുതിയ നിലപാട് വ്യക്തമാക്കിയത്. MS Now ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിട്ടില്ലെന്നും മറ്റ് രാജ്യങ്ങൾക്ക് സുരക്ഷിതമായി ഈ പാത ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറയുകയാണ്. എന്നാൽ തങ്ങളെ നേരിട്ട് ആക്രമിക്കുന്ന ശത്രു രാജ്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഈ ജലപാതയിൽ കർശനമായ വിലക്കുണ്ടാകും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഉടമസ്ഥയിലുള്ള ചരക്ക് കപ്പലുകൾക്കും എണ്ണ ടാങ്കറുകൾക്കും ഇനി ഈ വഴി കടന്നുപോകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം ഈ അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും വെല്ലുവിളിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നടപടിയാണ് ഇതിനെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളായ ഖാർഗ് ഐലൻഡിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണമാണ് ഇറാനെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത്. ഇതിനുള്ള മറുപടി എന്നോണം ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെ ആഗോളതലത്തിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാന്റെ നീക്കം. ഖാർഗ് ഐലൻഡിന് നേരെയുള്ള ആക്രമണം മേഖലയിലെ സ്ഥിതിഗതികൾ ഒട്ടും പ്രവചിക്കാനാകാത്ത വിധം വഷളായിരിക്കുകയാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ടാങ്കറുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്ക് വഴിയാണ്. ഇറാന്റെ പുതിയ നീക്കം ലോക വിപണിയിൽ താഴെ പറയുന്ന പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന നേരിയ തടസ്സം പോലും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് വഴിവെക്കും. അമേരിക്കൻ ഇസ്രയേൽ കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തിയതോടെ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ ഇൻഷുറൻസ് തുകകൾ വൻതോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് പാത തുറന്നു നൽകിയിട്ടുണ്ട് എന്ന് ഇറാൻ പറയുമ്പോഴും അമേരിക്കയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ആശങ്കയിലാണ്. തങ്ങളുടെ അതിർത്തികളും സാമ്പത്തിക സ്രോതസ്സുകളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഖാർഗ് ഐലൻഡ് ആക്രമണത്തിന് പ്രതികാരമായി ഹോർമൂസ് കടലിടുക്കിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നതിലൂടെ അമേരിക്കയും ഇസ്രയേലിനെയും സാമ്പത്തികമായി ഞെരുക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. എന്നാൽ ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഊർജ്ജ സുരക്ഷയെയും എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും.